രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നിരീക്ഷകനെ വിട്ട് നിരീക്ഷണത്തിൽ കുരുങ്ങുമ്പോൾ, സൂക്ഷ്മ ഊർജത്തെ വിട്ട് സ്ഥൂല കാഴ്ചയിൽ കൊടുക്കുമ്പോൾ ജീവിതം ദുരിതമാണ്. എന്താ ഞാൻ പറഞ്ഞത്? ശ്രദ്ധിക്കാൻ നിങ്ങൾ. എന്താ പറഞ്ഞത്? നിരീക്ഷകനെ വിട്ട് നിരീക്ഷണത്തിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ നിരീക്ഷിക്കുന്നത് എൻ്റെ ദുർബല ചിന്തകളെയാണെങ്കിൽ ഞാൻ അത് തന്നെ ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അതെന്നെ മാനസികമായ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അപ്പം എനിക്ക് ദുഃഖിക്കാം. അപ്പം നിരീക്ഷകനെ വിട്ട് നിരീക്ഷണ ചിന്തയിലേക്കും, സൂക്ഷ്മ ഊർജത്തെ വിട്ട് സ്ഥൂല കാഴ്ചകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് യാഥാർത്ഥ്യം ഒരിക്കലും അറിയാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ പരമാർത്ഥം നമ്മൾ കാണാതെ പോകും. ഇപ്പം ജീവിതത്തിൽ ഈ രണ്ട് പരമാർത്ഥങ്ങളേ ഉള്ളൂ. എന്ത്? ബോധവും സൂക്ഷ്മമായ പ്രപഞ്ച ഊർജവും. ബോധത്തിൽ നിന്ന് ബോധചിന്തകൾ വരുന്നു, സൂക്ഷ്മമായ പ്രപഞ്ച ഊർജത്തിൽ നിന്നും കാണുന്ന പ്രപഞ്ചരൂപങ്ങൾ വരുന്നു. ഇത്രയേ ഉള്ളൂ ഇവിടെ കാര്യം, വേറെ ഒന്നുമില്ല ഇവിടെ. അപ്പം ഒന്നായത് രണ്ടായി, ഇനി രണ്ടായതിനെ ഒന്നാക്കണം. അപ്പോൾ ഒന്നാക്കണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകണം? ആരിലേക്ക് പോകണം? നിരീക്ഷകനായ ബോധത്തിലേക്ക് പോകണം. അപ്പം നമുക്ക് ആ ബോധത്തെക്കുറിച്ചുള്ള, നിരീക്ഷകനെക്കുറിച്ചുള്ളൊരു ബോധം എപ്പോഴും ഉണ്ടാവണം. ഞാൻ ഇത് അറിയുന്നവനാണ്, ഞാനിത് കാണുന്നവനാണ്, ഞാനിത് മനസ്സിലാക്കുന്നവനാണ്, ഞാനിതിനെ നിരീക്ഷിക്കുന്നവനാണ്. എൻ്റെ നിരീക്ഷണത്തെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ ഈ നിരീക്ഷണത്തിൻ്റെ പിടിയിൽ നിന്നും ഞാൻ മുക്തനായി. ക്ലിയർ ആണോ പറയുന്നത്? ഇപ്രകാരം നമ്മൾ പരിശീലിക്കുമ്പോൾ ഈ പറയുന്ന ശ്ലോകം നമുക്ക് തരുന്ന ഒരു മനോബലമുണ്ട്, ഒരു ശക്തിയുണ്ട്, ജീവിതത്തിൽ ഒരു വലിയ ഉൾക്കരുത്തുണ്ട്. അപ്പം ഇങ്ങനെ ഇത് തന്നെ നിങ്ങൾക്ക്, ഞാൻ പൂന്താനത്തിൻ്റെ ഒരു വരികൾ കാണാം. നോക്കൂ നിങ്ങൾ, എത്രമാത്രം ഇവരൊക്കെ ആത്മീയത ഉൾക്കൊള്ളവരായിരുന്നു എന്നുള്ളത്. മോഡേൺ ഫിസിക്സ് പറയുന്ന ഇന്ന് പഠിപ്പിക്കുന്ന, അതാണ് അത്ഭുതം. ഇന്ന് ഞാൻ ഈ ഫിസിക്സിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴല്ലോ സത്യത്തിൽ നമുക്ക് നമ്മുടെ പൂർവികരോട് വലിയ ബഹുമാനം വരും. കാരണം അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഒരു മതഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ ബൈബിളിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല, ഖുറാനിൽ ഒട്ടും കണ്ടിട്ടില്ല. ഞാൻ കുറേ മറച്ചു നോക്കിയിട്ടുണ്ട്, മുഴുവൻ നോക്കിയിട്ടില്ലെങ്കിലും ഞാൻ വായിച്ചിടത്തൊന്നും കണ്ടിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം. പൂന്താനം വളരെ ലളിതമായി പറയുന്ന ഒരു ശ്ലോകമുണ്ട്. മുന്നമീ കണ്ട വിശ്വമശേഷവും. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ വാക്കുകൾ ഓരോന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ നിങ്ങൾ. മുന്നമീ കണ്ട വിശ്വമശേഷവും. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നമ്മളെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? വിശ്വം അശേഷവും. അപ്പൊ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി. എവിടേക്കാ പിന്നെ വരുന്നത്? ഇത് മുഴുവൻ നേരത്തെ ഒന്നായുള്ളൊരു. നോക്കൂ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ആണ് ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും വെള്ളവും ഒക്കെ. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ ലാഘവത്തോടു കൂടിയിട്ടാണ് പൂന്താനം പറയണത്. ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി. അപ്പൊ അവർക്ക് എങ്ങനെ മനസ്സിലായി ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം പണ്ട് ഒരേ ഊർജമായിരുന്നു എന്ന്? എങ്ങനെയാ മനസ്സിലായത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അവർ ഉള്ളിലേക്ക് നോക്കി അവർക്ക് ഈ പരമസത്യത്തെ ശാസ്ത്രജ്ഞന്മാർ വർഷങ്ങൾ എടുത്തുകൊണ്ട് കണ്ടെത്തിയ, ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതിനെ ഉള്ളിലൂടെ, ധ്യാനത്തിലൂടെ അവർക്ക് മനസ്സിലായി. അവർ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സൂക്ഷ്മാവസ്ഥയിൽ നിന്നും വന്നത്. എങ്ങനെ മനസ്സിലായി? ഇതെല്ലാം ഒരു ജ്യോതിസ്വരൂപമായിരുന്നു എന്നുള്ളത്. ശ്രദ്ധിക്കുക, ഈ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഗ്യാസ് മുഴുവൻ, ഇവിടെ കടന്ന ഗ്യാസ് മുഴുവൻ ഇത് ചൂടാകുമ്പോഴാണല്ലോ പല രൂപങ്ങളായി ഇത് പൊട്ടിത്തെറിച്ച് വരുന്നത്. വെള്ളമാവുന്നു, വെള്ളമെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഘനീഭവിച്ചിട്ടാണ്. നോക്കൂ, നിങ്ങളൊരു ദോശ ചുടുന്നത് ചിന്തിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. ഈ ദോശമാവെടുത്ത് നിങ്ങൾ നല്ല ചൂടുള്ള ഒരു കല്ലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ആ ചൂട് കൊണ്ട് ലിക്വിഡ് രൂപത്തിലിരുന്ന സാധനം സോളിഡായിട്ടൊരു രൂപത്തിലേക്ക് വരുന്നു. ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലേ? ഇതുപോലെ തന്നെയാണ് ഇതെല്ലാം ഒരു ഗ്യാസ് രൂപത്തിലിരുന്ന് അത് ലിക്വിഡായി
ഈ ലിക്വിഡാണ് സ്ഫോടനത്തിലൂടെ സൂര്യനും ചന്ദ്രനും ഇതൊക്കെ ആവുന്നെങ്കിൽ ഇത് മുമ്പൊരു ജ്യോതിസ്വരൂപമായി ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇനി അവിടുന്ന് ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ. രണ്ട് തലത്തിലും ഇത് ശരിയാണ്. ഊർജം രൂപമായിട്ടിരിക്കുമ്പോഴും ഊർജത്തിന് കുറവുമില്ല. ഊർജം ഒരിക്കലും ഹൈഡ്രജൻ വെള്ളമായി തീരുമ്പോൾ, ഹൈഡ്രജനും ഓക്സിജനും വെള്ളമായി തീരുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഒരിക്കലും കൂടുന്നുമില്ല, ഒന്നും കുറയുന്നുമില്ല, ഒന്നും മാറ്റമില്ല. അതുകൊണ്ടാണ് ഇവിടെ ആര് മരിച്ചു പോകുമ്പോഴും ഒരു നഷ്ടം ഉണ്ടാവുന്നുമില്ല. ആരെങ്കിലും പുതിയതായി ജനിക്കുമ്പോൾ ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല. ഇവിടെ ഉള്ളതെല്ലാം അവർക്ക് പറയൂ എന്നും ഇവിടെ തന്നെയുണ്ട്. ജ്യോതിസ് ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ, ഒന്നിലും ചെന്നു താനും വലയാതെ, ഒന്നെന്നുള്ളിലുറയ്ക്കും ജനങ്ങൾക്കു ഒന്നു കൊണ്ടറിവാകുന്ന വസ്തുവായി. ഒന്നെന്ന് ഉറയ്ക്കുന്ന ആളുകൾക്ക് ഇത് ഒന്നെന്ന് ഉറയ്ക്കണം. ഈ കാണുന്നത് ഒരേ പ്രപഞ്ച ഊർജം, ഈ വികാര വിചാരങ്ങളെല്ലാം ഒരേ ബോധ ഊർജം. അപ്പൊ വികാര വിചാരങ്ങൾക്ക് പിന്നിൽ ഏത് ഊർജത്തെ കാണണം? കൂടെ വരണം, നിങ്ങൾ ചിന്തിക്കണം. ആരെ കാണണം? ബോധത്തെ, നിരീക്ഷകനെ കാണണം. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോണ്ടല്ലോ, നിങ്ങൾ വളരെ അലേർട്ടായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളിലൊരു നിരീക്ഷകൻ, ബോധത്തോടു കൂടിയിട്ടല്ലേ പറയുന്നത്. ആ നിരീക്ഷകനെ നിങ്ങളുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ പ്രശ്നങ്ങളോ അലട്ടുന്നുണ്ടോ? ഇത്രയും ചിന്തിച്ചാൽ മതി. ആ ഒരു ശ്രദ്ധ നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ നിരീക്ഷകന്റെ നിരീക്ഷണം നമ്മളൊന്ന് പറയൂ. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? നിരീക്ഷകന്റെ നിരീക്ഷണം നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന സകല പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടാതിരിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കണം, ഒന്നിലും ചെന്ന് പറ്റുന്നില്ല. നമ്മൾ ഒന്നിലും ചെന്ന് പറ്റുന്നില്ല. ഒന്നിലും പറ്റുന്നില്ല പറഞ്ഞാൽ ഒരു ദുഃഖ ദുരിതവും വാസ്തവത്തിൽ നിങ്ങളെ അലട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ ഓരോരുത്തരും ദുരിതം അനുഭവിക്കുന്നത്? അവര് നിരീക്ഷണ ലോകത്തിലാണ്, ഒരിക്കലും നിരീക്ഷക ബോധത്തിലല്ല. എന്താ ചെയ്യുക? അവര് സത്യം മനസ്സിലാക്കാൻ തയ്യാറില്ല, സത്യത്തെ അറിയാൻ അവര് തയ്യാറില്ല. ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ജീവിതമാവണമെങ്കിൽ എന്ത് വേണം? നിരീക്ഷകനാകുന്ന ബോധവും നിരീക്ഷിക്കപ്പെടുന്ന ചിന്തയും പ്രപഞ്ചവും വേണം. എന്താ വേണ്ടത്? നിരീക്ഷകനായ ബോധവും നിരീക്ഷിക്കപ്പെടുന്ന ചിന്തയും. ഞാൻ നിങ്ങളെ കാണുന്നത്, ശ്രദ്ധിക്കണം, നിങ്ങളെ കാണുന്നത് എൻ്റെ ചിന്തയിലൂടെയാണ്. ആ ചിന്തയെയും എനിക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ധ്യാന പരിശീലനം ചെയ്താൽ, അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. എന്താ ലോകത്തിൻ്റെ കാഴ്ചകൾ നമ്മുടെ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലോകം നമ്മുടെ മുന്നിൽ പലതും കാണിച്ചു തരുമ്പോൾ, അല്ലെങ്കിൽ പല കാഴ്ചകളും കാണുമ്പോൾ അതിൽ പോയി അസ്വസ്ഥനാവണ്ട, ദുഃഖിക്കേണ്ട, ദുരിതം അനുഭവിക്കേണ്ട ഒരു കാരണവുമില്ല, ഒരു കാര്യമില്ല. കാരണം ഓരോരുത്തരും ഏതൊക്കെ രൂപത്തിലാവുന്നു എന്നത് നമ്മുടെ ആരും നിയന്ത്രണത്തിലല്ല. ഈ ചില ആളുകൾക്കുണ്ടല്ലോ ഒടുക്കത്തെ സംശയമാണ്. അവരെന്നെ നോക്കുന്നുണ്ടോ, അവരെന്നെ നോക്കി എന്തോ പറയുന്നുണ്ടോ, എന്നെ നോക്കി എന്തോ പറയുന്നുണ്ടോ. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കണമെന്ന് വിചാരിക്കുക. അവിടെ ഒരുത്തൻ നിങ്ങളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളിങ്ങനെ അയാളെക്കുറിച്ച് ചിന്തിക്കണം, ഈ മനുഷ്യൻ എന്തിനാ എന്നെ നോക്കണം, വൃത്തികെട്ടവൻ, ഇവന് വേറെ ഒരു ജോലിയില്ലേ. അപ്പം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർ, ആ മനുഷ്യൻ കുറേ ആയിട്ട് എന്നെ ഇങ്ങനെ ഒരമണിക്കൂർ നിങ്ങൾ അയാളെക്കുറിച്ച് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അരമണിക്കൂർ അയാൾ നിങ്ങളടുത്തേക്ക് വന്നിട്ട് സമയം എത്രയെന്ന് വയ്ക്കുക. നിങ്ങൾക്ക് കലി പിടിച്ചിരിക്കുക മനുഷ്യൻ്റെ നേരെ. കാരണം അയാൾ ഇങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാതെ നോക്കുന്നതിലുള്ള ദേഷ്യം. പിന്നെയാണ് അയാൾ ചോദിക്കുമ്പം നിങ്ങൾ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അയാൾക്ക് കണ്ണ് കാണില്ല. ഒരു കണ്ണ് കാണാത്ത വ്യക്തിയാണ് അയാളിങ്ങനെ കണ്ണട വെച്ചിട്ട്
അയാളിങ്ങനെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നതാണ്. നിങ്ങൾ വർത്തമാനം പറയണോട് അങ്ങോട്ട് ശ്രദ്ധിച്ചു. പക്ഷെ നിങ്ങളെന്താ ചിന്തിച്ചത്? അയാൾ നിങ്ങളുടെ ഒരു അരമണിക്കൂർ ആരാ നശിപ്പിച്ചത്? നിങ്ങളുടെ ഒരു അരമണിക്കൂർ വേണ്ടാത്ത ചിന്ത കൊണ്ട് ആരാ നശിപ്പിച്ചത്? അയാളാണോ? അപ്പം സത്യം പറഞ്ഞാൽ അയാളാണോ ദ്രോഹി? മഹാദ്രോഹി ആരാ? പക്ഷെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് മറ്റുള്ളവരോട് എന്താ പറയുക? നിങ്ങളാണ് ദ്രോഹി എന്ന് പറയുമോ? ആരെ ദ്രോഹി എന്ന് വിളിക്കുക? ഇതല്ലേ മനുഷ്യൻ? മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ആവശ്യമില്ലാത്തതിൽ അമിതമായി ചിന്തിച്ചു കൂട്ടിയ ദുഃഖ ദുരിതങ്ങളേ ഉള്ളൂ. ആ കാര്യത്തിൽ പതഞ്ജലി മഹർഷി പറയും 5 കാര്യങ്ങളാണ് ദുഃഖത്തിന് കാരണം. ഞാൻ ഇത്രയും ഡീലൈറ്റ് ആയിട്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല. 5 കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് യോഗസൂത്ര എന്നൊരു പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷ. കേട്ടിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള വാക്കുകൾ? അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷ, അഭിനിവേശ. എന്താണ് അഭിനിവേശ്? അപ്പം എന്താ അർത്ഥം? എന്തൊക്കെയാണ് ഈ അർത്ഥം? അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർത്ഥം നമ്മൾ പൊതുവെ ഇങ്ങനത്തെയൊക്കെ വാക്കുകൾക്കുണ്ടല്ലോ പൊട്ട അർത്ഥം പറഞ്ഞ് ശീലിച്ചു പോയി. അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യയില്ലാത്ത അവസ്ഥയല്ല. വിദ്യ, നിങ്ങൾക്ക് അറിവ്, അറിവ് എന്ന് പറയുമ്പോൾ തന്നെ ആരെ ഓർമ്മ വരേണ്ടത്? അറിവ് എന്നത് തുടങ്ങുന്ന എവിടുന്നാ? നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും അറിവ് തുടങ്ങുന്നത് എവിടുന്നാ? ബോധത്തിൽ നിന്നാണ്. അപ്പൊ അറിവ് എന്ന് പറയുമ്പോൾ തന്നെ ബോധത്തെക്കുറിച്ചാണ്. അപ്പൊ ബോധത്തെക്കുറിച്ചുള്ള അറിവിനെയാണ് വിദ്യ എന്ന് പറയുക. അപ്പൊ അവിദ്യ പറഞ്ഞാൽ എന്താണ്? ബോധത്തെക്കുറിച്ച് അറിയാത്തതെല്ലാം എന്ത് തന്നെയാണ്? അവിദ്യ. അപ്പൊ നമ്മൾ നിരീക്ഷകനെയല്ല അറിയുന്നത്, നിരീക്ഷണത്തെയാണ് അറിയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളിലൂടെയാണ് നിങ്ങൾ ലോകത്തെ കാണുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ആദ്യം വരുന്നത് അസ്മിത. അസ്മിത എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം. എന്താ വരുന്നത്? ഞാനെന്ന ഭാവം വന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ ഉണരുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ നിങ്ങളിൽ ഒരു ഞാൻ പൊങ്ങി വന്നു. ഞാൻ എണീറ്റു, ഇനി ഞാൻ കുളിക്കണം, എനിക്ക് ഡ്രസ്സ് ഇടണം, പോവണം, അങ്ങനെ ചെയ്യണം. ആരാ ചെയ്യണത്? ആരാണ്? ഞാൻ. പക്ഷെ ഈ ഞാൻ എന്ന് പറയുന്നത് ബോധത്തിൽ നിന്നും പൊങ്ങി വന്നതാണെന്ന് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. പിന്നെ നോക്കൂ നിങ്ങൾ, ഞാൻ അടുത്തതിലേക്ക് കിടക്കാണ്. രാഗം, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ മുഴുകി. ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ലോകത്തിലേക്ക് മുഴുകുകയാണ്. പിന്നെ എനിക്ക് അപ്പോഴേക്കും, ഇപ്പം നിങ്ങൾ രാവിലെ തന്നെ ഒരു കാര്യത്തിൽ മുഴുകുമ്പോഴേക്കും കറണ്ട് പോയി. അതും ബാത്റൂമിൽ കയറി കുളിക്കുന്ന സമയത്ത് സോപ്പൊക്കെ തേച്ചിരിക്കുമ്പോൾ കറണ്ട് പോയാൽ ബാക്കി പറയാനുണ്ടോ കാര്യം? അല്ലെങ്കിൽ നമ്മൾ ബാത്റൂം ടോയ്ലറ്റിൽ പോയിരിക്കുന്ന സമയത്ത് വെള്ളവും ഇല്ല, ടോയ്ലറ്റിലും ഇല്ല, പൈപ്പിലൊന്നും വെള്ളവും ഇല്ല, നല്ല സന്തോഷമാവില്ല ആ സമയത്ത്. ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ, അതായത് നമ്മളൊരു കാര്യത്തിൽ മുഴുകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാരണത്താൽ അതിനൊരു തടസ്സമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മനസ്സ് റിയാക്ട് ചെയ്തു. ഈ റിയാക്ഷൻ്റെ പേരാണ് ദ്വേഷം. മനസ്സപ്പോഴേക്കും അസ്വസ്ഥമായി. അസ്വസ്ഥതയുടെ പേരാണ് ഈ റിയാക്ഷൻ്റെ പേരാണ് ദ്വേഷം. പിന്നീട് അഭിനിവേശം. അഭിനിവേശം എന്ന് പറഞ്ഞാൽ രാഗമായാലും ദ്വേഷമായാലും അഭിനിവേശം. അഭിനിവേശം മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കാറില്ലേ? അതിനോടൊരു ആസക്തമാവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ആവർത്തിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ അതിൽ മുഴുകുക. അപ്പം മനുഷ്യൻ്റെ മനസ്സിങ്ങനെയാണ്. സന്തോഷം തരുന്ന ഒരു കാര്യമായാലും അതിലും കുറച്ച് നേരം ഇങ്ങനെ രമിക്കും. ദുഃഖം തരുന്ന കാര്യമാണെങ്കിൽ കൂടുതൽ തീവ്രമായി നിങ്ങളതിൽ രമിക്കും. നിങ്ങൾക്ക് സന്തോഷമുള്ളതിനേക്കാൾ രമിക്കുന്നത്
നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ, അതൊരു വശത്ത് നിങ്ങൾക്ക് തീവ്രമായൊരു സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിലേക്ക് മുഴുകുന്നതിനേക്കാൾ തീവ്രമായിരിക്കും ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധം മുറിഞ്ഞു പോയാലുള്ള വേദന. അതുകൊണ്ടാണ് സ്നേഹം തലയ്ക്ക് കയറി പിടിച്ചിട്ട് ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല. ഉണ്ടോ? കഴിഞ്ഞ ദിവസം ആരും ഇവിടെ വന്ന് പറയായിരുന്നു എന്നോട്, അവരെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, 19 വയസ്സുള്ള പയ്യൻ പോയി ട്രെയിനിൻ്റെ മുന്നിൽ പോയി തലവെച്ചു. അതും വീട്ടിൽ നല്ല സൗകര്യമുള്ള പയ്യൻ, കാറുണ്ട്, അച്ഛൻ നല്ലവണ്ണം സമ്പാദിച്ചിട്ടുണ്ട്. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഇവൻ ഒരു പെണ്ണിനെ പ്രേമിച്ചു. 19 വയസ്സേ ഉള്ളൂ. ഒരു പെണ്ണിനെ പ്രേമിച്ചു. ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കുറച്ചുകൂടിയും ഇവരെക്കാളും കുറച്ചുകൂടിയും സ്റ്റാറ്റസും സമ്പത്തും സമൃദ്ധിയും ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് ഇവളുടെ അമ്മ പറഞ്ഞു, നമ്മുടെ സ്റ്റാറ്റസിനല്ല കല്യാണം കഴിച്ചതെങ്കിൽ കുറേ കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം ദുരിതമാവുമെന്നൊക്കെ ഏതൊക്കെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞോടുകൂടി ഈ പെണ്ണ് പറഞ്ഞു, പ്രേമം നിനക്കുണ്ടാവും, എനിക്കില്ല എന്ന്. അപ്പം അതുവരെ അവർ പ്രേമം കൊണ്ട് നടന്നവരാ. ആ പെണ്ണിന് പ്രേമം ബ്രേക്ക് ചെയ്യാൻ അമ്മയുടെ ഒറ്റ വാക്കേ വേണ്ടി വന്നുള്ളൂ. അമ്മ പറഞ്ഞോട് കൂടിയിട്ട് അവളുടെ അവൻ്റെ പ്രേമം പോയി. ഇവനോട് ഈ പെണ്ണ് പറഞ്ഞു, എനിക്ക് നിന്നോട് ഇനി വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം ഇവൻ കാറും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി രാത്രി വരെ കാത്തിരുന്ന് രാത്രിയിൽ നോൺ സ്റ്റോപ്പ് വരുന്ന ട്രെയിനിൻ്റെ മുന്നിലേക്ക് ഒറ്റ ചാട്ടം. തീർന്നു. പിറ്റേന്ന് നോക്കുമ്പോൾ കയ്യും ഇല്ല, കാലും ഇല്ല, തലയൊക്കെ വേർപെട്ടിട്ട്. എന്താ, ഒന്നിനൊരു കുറവില്ല. പക്ഷെ എവിടെയോ ഒരു വിഷമം തലയ്ക്ക് കയറി പിടിച്ചപ്പോൾ ആ ചിന്തയിൽ നിന്ന് ആൾക്ക് പുറത്തു കടക്കാൻ പറ്റും. ഇതിൻ്റെ പേരാണ് അഭിനിവേശം. അഭിനിവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാധീനിക്കുന്ന ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാതെ അതിൽ തന്നെ കടന്ന്, നിങ്ങൾക്കൊക്കെ ഉള്ള അനുഭവമാണ്. നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തയില്ല. ഇപ്പം ഒരു സ്വർണത്തിൻ്റെ ഒരു കഷ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചിന്തയില്ല. അത് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ ഊണ് കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ആരോട് വർത്തമാനം പറയുമ്പോഴും, ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണിനോട് വർത്തമാനം പറയും, നിങ്ങളുടെ നോട്ടം മുഴുവൻ നിങ്ങളുടെ കമ്മലാണ് കാണാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ അവരുടെ കാതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ളൊരു ചിന്ത. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്, സത്യത്തിൽ കുട്ടികളൊക്കെ പഠിക്കേണ്ടത് എന്തല്ല, സന്തോഷം എന്ന് പറയുന്നത്, സന്തോഷ അവസ്ഥ എന്ന് പറയുന്നത് എന്തായിരിക്കും ശരിക്കുള്ള സന്തോഷം? സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടത് കാണിച്ചു കൂട്ടുന്നതല്ല സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് മനസ്സിനെ ലയിപ്പിക്കാനുള്ള കഴിവിൻ്റെ പേരാണ് സന്തോഷം. മനസ്സിനെ ലയിപ്പിക്കുക. മനസ്സിനെ ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ മനസ്സ് ലയിക്കുമെങ്കിലോ? ഇഷ്ടപ്പെട്ടതിൽ മനസ്സ് ലയിക്കുന്നത് വളരെ കുറച്ച് സമയത്തേക്കാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് രണ്ട് രീതിയിലും മനസ്സിനെ ലയിപ്പിക്കാം. ഒന്നുകിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, അത് നമുക്കും ഉപകാരമാവണം, മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന കാര്യത്തിൽ മനസ്സിനെ നമുക്ക് അതിൽ മുഴുകിക്കൊണ്ട് സന്തോഷം അനുഭവിക്കാം. ഇനി അതല്ലെങ്കിൽ ഏകാന്തതയിലിരുന്ന് നാമസ്മരണാദികൾ ചെയ്തുകൊണ്ട് മനസ്സിനെ ലയിപ്പിച്ചെടുക്കാൻ സാധിക്കുമ്പോൾ മനസ്സിൻ്റെ ലയത്തിൽ കിട്ടുന്ന ഒരു അവസ്ഥയാണ് സുഖം. അതിൻ്റെ തെളിവെന്താണെന്ന് വെച്ചാൽ ഉറക്കം തന്നെയാണ്. കാരണം ഉറക്കത്തിൽ മനസ്സ് ലയിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഭാഷ ഞാൻ സുഖമായി ഉറങ്ങി എന്നാണ്. ഇതേപോലെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എന്ത് നമ്മളെ അസ്വസ്ഥമാക്കിയാലും ലയിപ്പിക്കാനുള്ള കഴിവുള്ളിടത്തോളം കാലം സുഖസന്തോഷത്തിലേക്ക് നമ്മളെ വീണ്ടും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും, ഇല്ലേ? അതിന് ആത്മീയത വലിയൊരു പരിഹാരമാണ്. അതെങ്ങനെ സാധിക്കും? അതിനെന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിഗംഭീരമായ ശ്ലോകമാണ്. ആനന്ദചിന്മയഹരേ ഗോപികാരമണ ജ്ഞാനെന്ന ഭാവമതു തോന്നൈക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ
നാരായണ. ഇപ്പൊ എന്താ പറയണത്? ആനന്ദ ചിന്മയ ഹരേ. ആനന്ദ ചിന്മയ. ചിന്മയ, ചിന്മയ എന്ന് പറഞ്ഞാൽ ചിന്മയം, ചിത് മയം. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം എന്നാണ് അർത്ഥം. ബോധമാകുന്ന, ബോധം, ആ വാക്കെപ്പോഴും മറക്കരുത് നിങ്ങൾ. ബോധമാകുന്ന നിരീക്ഷകൻ ആരാണ്? ബോധമാകുന്ന ആ നിരീക്ഷകനെ നമ്മൾ ആനന്ദമാക്കി മാറ്റുക. എന്താ ആനന്ദമാക്കി മാറ്റുക? എല്ലാവർക്കും വേണ്ടത് സന്തോഷമാണ്, ആനന്ദമാണ്, അല്ലേ? അതിനെന്താ വേണ്ടത്? ഗോപികാരമണ. ഗോപികാരമണ, ആ വാക്കിൽ തന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. കൃഷ്ണനെ വിളിക്കുന്ന പേര് ഗോപികയിൽ രമിക്കുന്ന, അല്ലെങ്കിൽ ഗോപികളെ രമിപ്പിക്കുന്നവൻ. രണ്ടർത്ഥം എടുക്കാം. ഗോപികളിൽ രമിക്കുന്നവനോ അല്ലെങ്കിൽ ഗോപികളെ രമിപ്പിക്കുന്ന കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ ഗോപികാരമണനാണ്. അപ്പൊ ഗോപികളുമായിട്ട് ഇങ്ങനെ ശൃംഗരിച്ചിരിക്കുമ്പോൾ കൃഷ്ണന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ദുഃഖോ? എന്താ ഉണ്ടാവുക? സന്തോഷം ഉണ്ടാവും. കണ്ട പെണ്ണുങ്ങളോട് അവൻ ശൃംഗരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്കേ ദുഃഖമുള്ളൂ. അങ്ങനെ ശൃംഗരിച്ചിരിക്കുന്നവൻ എന്താ ഉണ്ടാവുക? അവന് സുഖം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവൻ ശൃംഗരിക്കാൻ പോവില്ലല്ലോ. അപ്പോൾ ഇവിടെ ഗോപികമാര് കൃഷ്ണനോട് ശൃംഗരിച്ചിരിക്കുമ്പോൾ ഗോപികമാർക്ക് എന്താ ഉണ്ടാവുക? നിങ്ങൾ ഈ റോഡ് സൈഡിലൊക്കെ കണ്ടില്ലേ, പാർക്കിലൊക്കെ കണ്ടില്ലേ, പെൺപിള്ളേരും ആമ്പിള്ളേരും ചേർന്ന് ഇങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കനത്ത ദുഃഖത്തിലാണോ അവർ സൊറ പറയുന്നത്? അവർക്കതിലൊരു രസവും സന്തോഷം, അതിലങ്ങനെ ഒരു മുഴുകിയിരിക്കുന്ന സമയം പോകുന്നത് അറിയുന്നേയില്ല. ഇപ്പം നിങ്ങളുടെയൊക്കെ ആ പ്രായത്തിൽ നിങ്ങളും കുറേയൊക്കെ ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ സമയം കളയാതിരുന്നിട്ടുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പറയൂ. കാരണം അതിലിങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ ഒരു സുഖം. പിന്നെ ഒരു പ്രായമാകുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിൽ വരിക. കാരണം നമുക്ക് കിട്ടാത്ത സുഖമൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്നത് കാണുമ്പോൾ. അതാണ് ഈ പ്രായമുള്ളവരുണ്ടല്ലോ, അവർ ഈ പാർക്കിൽ ഈ ചെറുപ്പക്കാരും പ്രത്യേകിച്ച് ബോംബെയിലൊക്കെ ധാരാളം കാണാം. അവിടെ പൊവായി പാർക്കിലൊക്കെ, ഞാൻ അവിടെ താമസിക്കുന്ന സമയത്തൊക്കെ ഈ പൊവായി പാർക്കിലൊക്കെ കണ്ടമാനം ഈ മിഥുനങ്ങൾ വരും. മിഥുനം എന്ന് പറഞ്ഞാൽ കർക്കിടകം കഴിഞ്ഞിട്ടുള്ള അല്ല, യുവമിഥുനങ്ങൾ വരും. അപ്പോൾ അവരിങ്ങനെ അവിടെ ഇവിടെയും ചാരിയിരിക്കുന്നത് കാണാം, അവിടെ ഇവിടെയും മരത്തിൻ്റെ പുറകിലിരിക്കുന്നത് കാണാം. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കൂടെ വല്ല കാരണവന്മാരുണ്ടെങ്കിൽ പറയും, ഇവറ്റകൾക്കൊന്നും വേറെ പണിയില്ലേ, കുറേ ചീത്ത വിളിക്കും. അപ്പം മനസ്സിലാക്കണം ചൊറിച്ചിലാണെന്നുള്ളത്. കാരണം ഇവരുടെ ഒന്നും ജീവിതത്തിൽ ഇതുപോലുള്ള ഒന്നും അന്നൊക്കെ പുറത്തിറങ്ങി ശൃംഗരിക്കാൻ പോയ കാരണവർ നിർത്തി പൊരിച്ചിട്ടുണ്ടാവും. ഇന്ന് പിന്നെ കാരണവന്മാരെ പൊരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് കാരണവന്മാരൊന്നും ആ വഴിക്ക് പോവില്ല, മിണ്ടില്ല, എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്ന് നിൽക്കും. അപ്പം ഈ രീതിയിൽ ഒരു ചെറുപ്പക്കാരിയായിട്ട് സംസാരിക്കുമ്പോൾ അവരും വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് അവർക്കറിയില്ല. അവരതിൽ അത്രയും മുഴുകിയിരിക്കണ്ടാവും, ലയിച്ചിരിക്കണ്ടാവും. ഇതുപോലെ മനസ്സിനെ നമുക്ക് ഗോപികാരമണിൽ രമിപ്പിക്കണം. ഇപ്പോൾ ഗോപികാരമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും രമിപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മളിലെ ബോധം തന്നെയാണ്. ബോധത്തിലേക്ക് നമുക്ക് ബോധത്തെ, അല്ലെങ്കിൽ ബോധത്തിലേക്ക് ലയിക്കാനും ബോധത്തെ ലയിപ്പിക്കാനും ഏറ്റവും എന്താ പറയുക, ശക്തിയുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്ന നാമോപാസന.